സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ എങ്ങനെയാണ് കൺവേർഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് മിസ്സിംഗ് ഫിഗേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തിരുന്നത്. ആ പ്രോബ്ലം ഒന്നുകൂടെ ക്ലിയർ ആവാനും കുറച്ചുകൂടെ പോയിന്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇല്ലസ്ട്രേഷൻ കൂടി ചെയ്തു നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 10. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് 1116 ആൻഡ് 3112-16 രണ്ട് ബാലൻസസ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും. ക്യാഷ് 12,000, 30,000 അങ്ങനെ രണ്ട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഫർണിച്ചർ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുള്ളത്. അതിനുശേഷം അവർ കുറച്ച് അതർ ഇൻഫർമേഷൻ തരികയാണ്. അതർ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് 1,500, ഡിസ്കൗണ്ട് അലൗഡ് റുപ്പീസ് 4,500, ഡിസ്കൗണ്ട് റിസീവ്ഡ് റുപ്പീസ് 5,200, general expenses rupees 9,500, receipt from debtors rupees 1,60,000, payment to creditors rupees 1,20,000, drawings rupees 12,500, purchase returns 2,000 and sales return rupees 4,500. Depreciation on furniture to be charged at the rate of 5% per annum. ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഒരു ബാലൻസ് ഷീറ്റോ ട്രയൽ ബാലൻസോ ഒന്നും തരാതെ മിനിമം ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങളോട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കാണുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കൺവേർഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ബിക്കോസ് സിംഗിൾ എൻട്രീൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ തന്നിട്ടുള്ളൂ, എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടുന്ന ഫിഗേഴ്സ് എന്തൊക്കെയുണ്ട്, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം സ്റ്റോക്ക് അവൈലബിൾ ആണോ എന്നുള്ളതാണ്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ആ പ്രശ്നമില്ല, പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നില്ല സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. പർച്ചേസ് റിട്ടേണിൻ്റെ ഫിഗറും സെയിൽസ് റിട്ടേണിൻ്റെ ഫിഗറും തന്നതല്ലാതെ പർച്ചേസ് എത്ര ഫിഗർ എന്നോ സെയിൽസ് എത്ര ഫിഗർ എന്നോ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വേണ്ടുന്ന രണ്ട് ഐറ്റംസ് ആണ് പർച്ചേസിൻ്റെ എമൗണ്ടും സെയിൽസിൻ്റെ എമൗണ്ടും. ഇത് രണ്ടും തരാത്തത് കൊണ്ടാണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ക്രെഡിറ്റ് സെയിൽസ് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. നമ്മൾ വിറ്റ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് അത്. വിറ്റ ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അതായത് ക്രെഡിറ്റിൽ വിറ്റ ആൾക്കാരുടെ ഡീറ്റെയിൽസ്. ഇവിടെ ക്യാഷിൽ വിറ്റ ആൾക്കാരുടെ ക്യാഷ് സെയിൽസിനെ കുറിച്ച് പറയാത്തടത്തോളം നല്ല നമുക്ക് അസ്യൂം ചെയ്യുകയാണ് ഇവിടെ ക്യാഷ് സെയിൽസ് എന്നൊരു ഫിഗർ ഇല്ല, അതുകൊണ്ട് ക്രെഡിറ്റ് സെയിൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡെറ്റേഴ്സിൻ്റെ ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ വരാൻ ചാൻസസ് ഉള്ള ഐറ്റംസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെറ്റേഴ്സ് അക്കൗണ്ടാണ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസും സെയിൽസിൻ്റെ ഡീറ്റെയിൽസും വേണം. അത് തരാത്തതുകൊണ്ട് ഇപ്പം സ്റ്റോക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ആ അക്കൗണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് ഓപ്പണിംഗ് സെയിൽസും പർച്ചേസുമാണ്. അതിന് വേണ്ടിയിട്ട് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 70,000 95,000 ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഡെറ്റേഴ്സ് എന്നുള്ളത് ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ്. സോ വി ഹാവ് ടു ഡെബിറ്റ് ദിസ് ഓപ്പണിംഗ് ബാലൻസ് വിത്ത് ₹70,000 ആൻഡ് ക്രെഡിറ്റ് ദ ക്ലോസിംഗ് ബാലൻസ് വിത്ത് ₹95,000. ഈ രണ്ട് സംഭവങ്ങൾ ആദ്യം തന്നെ എഴുതി വെക്കുക. ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓപ്പണിംഗും ക്ലോസിംഗും തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. അതിനുശേഷം അടുത്തത് ഡെറ്റേഴ്സിനെ എഫക്ട് ചെയ്യുന്ന എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ന് നോക്കാം. ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്, അത് ഡെറ്റേഴ്സിനെ എഫക്ട് ചെയ്യുന്നതാണ് അല്ലേ. നമുക്ക് തരാമെന്ന് പറഞ്ഞ സംഭവം ബാഡ് ഡെറ്റ് ആയി തരില്ല എന്ന് പറഞ്ഞു, അത് റിട്ടേൺ ഓഫ് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു. റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടാനുള്ള ഐറ്റംസ് കുറഞ്ഞു എന്നർത്ഥം. അപ്പോൾ നമ്മൾ കിട്ടാനുള്ള ഐറ്റം ബാഡ് ഡെറ്റിൻ്റെ എമൗണ്ട് ഡെറ്ററിൻ്റെ എമൗണ്ട് കുറഞ്ഞെങ്കിൽ വി ഹാവ് ടു ക്രെഡിറ്റ് ഇറ്റ്. കാരണം ഇത് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അപ്പോൾ അക്കൗണ്ടിൻ്റെ ബാലൻസ് കുറയുക എന്ന് പറഞ്ഞാൽ എന്താ, ബാഡ് ഡെറ്റിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. 1,500 ക്രെഡിറ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അലൗഡും ഉണ്ട് റിസീവ്ഡും ഉണ്ട്. അപ്പോൾ അലൗഡ് ആണോ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരിക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണോ റിസീവ്ഡ് വരിക, ഇതിൽ ഏത് അക്കൗണ്ടിലാണ് വരിക എന്നുള്ളത് കൺഫേം ചെയ്യണം. ഡിസ്കൗണ്ട് അലൗ ചെയ്യുന്നത് നമ്മൾ ആർക്കാണ് ഡിസ്കൗണ്ട്, നമ്മൾ കൊടുക്കുന്നതാണ് അല്ലേ ഡിസ്കൗണ്ട്. നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിനാണ്, അല്ലെങ്കിൽ ഡെറ്റേഴ്സിന് കൊടുക്കുന്നതിനാണ് ഡിസ്കൗണ്ട് എന്ന് പറയുക. സോ ഡിസ്കൗണ്ട് അലൗഡ് വിൽ ബി കമ്മിങ് ഇൻ ദി ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. സോ ഡിസ്കൗണ്ട് ഹാസ് ടു ബി ക്രെഡിറ്റഡ് 4,500. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇതിൽ വരില്ലല്ലോ, ഡെറ്റേഴ്സിനെ സംബന്ധിച്ചിരിക്കുന്ന കാര്യമല്ല ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത്. അടുത്ത ഐറ്റം നോക്കുക, ജനറൽ എക്സ്പെൻസസ്. എക്സ്പെൻസ് ഇതിനകത്ത് വരുമോ, ഇല്ല.
റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സിൽ നിന്ന് പൈസ കിട്ടി എന്നർത്ഥം, അത് വരുന്ന ഐറ്റമാണ് അല്ലേ. അപ്പോൾ ഡെറ്റേഴ്സിൽ നിന്ന് പൈസ കിട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്നതാണെങ്കിൽ കൂടിയും നമുക്ക് കിട്ടാനുള്ള പൈസ എന്ത് ചെയ്തു, കുറഞ്ഞതുകൊണ്ട് അതും ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് വരിക. ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1,60,000. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സും ഈ അക്കൗണ്ടിൽ വരുമോ, ഇല്ല, അത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണ് വരിക. ഡ്രോയിങ്സും ഈ ഫിഗറിൽ വരില്ല. പെർച്ചേസ് റിട്ടേൺസ് വരുമോ, പെർച്ചേസ് റിട്ടേൺ ഒന്ന് ശ്രദ്ധിച്ചേ. പെർച്ചേസ് റിട്ടേൺ ഇതിൽ വരുന്ന ഐറ്റം ആണോ, അല്ല. നമ്മുടെ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ് റിട്ടേൺ വരും. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ സാധനം തിരിച്ചു വന്നു, അപ്പോൾ നമുക്ക് കിട്ടാനുള്ള പൈസ കുറഞ്ഞു അല്ലെ. നമുക്ക് അത്രയും കടക്കാർ നമുക്കില്ല, അല്ലെങ്കിൽ അത്രയും പൈസേൻ്റെ സെയിൽസ് കുറഞ്ഞു എന്നാണ് അർത്ഥം. 4,500. അത് കുറഞ്ഞതുകൊണ്ട് തന്നെ സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്തു, നമുക്ക് കിട്ടാനുള്ള പൈസ കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് അതും എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഇത്രയും ഐറ്റംസ് ഈ സൈഡിൽ എഴുതിയതിന് ശേഷം ടോട്ടൽ ചെയ്യുന്നു. 2,65,500 കിട്ടുന്നു. അതിൽ നിന്ന് 70,000 മൈനസ് ചെയ്തിട്ട് 1,95,500 എന്നുള്ള ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുന്നു. ഇത് ബാലൻസിങ് ഫിഗർ ആണ്. ഈ ഫിഗർ ക്രെഡിറ്റ് സെയിൽസ് ആണ് എന്ന് നമ്മൾ എസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ്. നമുക്കറിയാം ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ക്രെഡിറ്റ് പെർച്ചേസിൻ്റെ ഫിഗർ കിട്ടുകയുള്ളൂ. ക്രെഡിറ്റ് പെർച്ചേസ് കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ ടോട്ടൽ പെർച്ചേസ് കിട്ടിയാൽ മാത്രമേ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും നോക്കൂ, ആദ്യം ഓപ്പണിംഗ് ബാലൻസ്, ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ആദ്യം നമുക്കറിയാം ക്രെഡിറ്റേഴ്സിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള സംഭവം തുടങ്ങേണ്ടത് ഇത് ഭാഗത്താണ്, ക്രെഡിറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് 52,000ഉം ക്ലോസിംഗ് ബാലൻസ് 60,000ഉം നമ്മൾ ജസ്റ്റ് എഴുതുന്നു. അതിനുശേഷം വേണം ഓപ്പണിംഗും ക്ലോസിംഗും എഴുതുന്നതിന് ശേഷം വേണം നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിനെ എഫക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഓൾറെഡി ഡെറ്റേഴ്സിൽ പോയി, ഡിസ്കൗണ്ട് അലൗഡും ഡെറ്റേഴ്സിൽ പോയി. ഡിസ്കൗണ്ട് റിസീവ്ഡ് നമ്മൾ പറഞ്ഞു, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണല്ലോ റിസീവ്ഡ് എന്ന് പറയുന്നത്. ആരാണ് നമുക്ക് തരിക, നമ്മുടെ ക്രെഡിറ്റേഴ്സ് നമുക്ക് തരുന്നതിനാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുക. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വരുമെങ്കിലും നമ്മൾ കൊടുക്കാനുള്ള സംഭവം കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസ് ബാലൻസ് എന്നുള്ളത് ക്രെഡിറ്റ് സൈഡ് ആയതുകൊണ്ട് അത് കുറയുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം, അത് ഡെബിറ്റിലാണ് വരിക. ഡിസ്കൗണ്ട് എന്തുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ബേസ് ബാലൻസ്, ഒറിജിനൽ ബാലൻസ് ക്രെഡിറ്റ് ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ അത് കൂടുന്ന ഒരു ഐറ്റം, ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് അക്കൗണ്ടിൻ്റെ ബാലൻസ് കൂടുകയാണ് ചെയ്യേണ്ടതെങ്കിലാണ് അതേ സൈഡിൽ തന്നെ വരിക. അതേസമയം ഇവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് പൈസ നമ്മൾ കൊടുക്കാനുള്ള പൈസ കുറയുകയാണ് ചെയ്യുന്നത്. കുറയുന്നതുകൊണ്ടാണ് ഡിസ്കൗണ്ടിൻ്റെത് ഡെബിറ്റ് സൈഡിൽ വന്നത്. അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കിയാൽ ജനറൽ എക്സ്പെൻസ്, അതും ഇവിടെ വരില്ല. റിസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ് ഓൾറെഡി നമ്മളിവിടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് വരും അല്ലേ. നമ്മൾ കൊടുക്കാനുള്ളവർക്ക് 1,20,000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. അതും നമ്മൾ കൊടുക്കാനുള്ള ബാലൻസ് കുറഞ്ഞു എന്നർത്ഥം. ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 1,20,000 ഈ സൈഡ് എഴുതി കഴിഞ്ഞു. ഡ്രോയിങ്സ് ഇവിടെ വരില്ല. പെർച്ചേസ് റിട്ടേൺസ് നമുക്കറിയാം, പെർച്ചേസ് ചെയ്തത് ക്രെഡിറ്റ് പെർച്ചേസ് ചെയ്ത ആൾക്കാർ എന്ത് ചെയ്തു, നമ്മൾ വാങ്ങിച്ച സാധനം എന്ത് ചെയ്തു, നമ്മളെന്തോ ഡാമേജും പല കാരണങ്ങളുണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തു. 2,000 രൂപേൻ്റെ പെർച്ചേസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ കൊടുക്കാനുള്ളതിൻ്റെ നമ്മുടെ ബാധ്യത കുറഞ്ഞല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിനെ ഡെബിറ്റ് ചെയ്യണം. ടു പെർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് 2,000. ഇത്രയും ഡീറ്റെയിൽസ് എഴുതിയതിന് ശേഷം എഗെയിൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ പോർഷൻ ആഡ് ചെയ്യുന്നു. 1,87,200 കിട്ടി. 1,87,200 നിന്നും ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുള്ള 52,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ക്രെഡിറ്റ് പെർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാലൻസിങ് ഫിഗർ കിട്ടും 1,35,200. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഇതിൻ്റെ കൂടാതെ ഒരു അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ആ പ്രോബ്ലത്തിൽ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഇവിടെ ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും രണ്ടും തന്നതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാഷ് എവിടെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് അറിയാലോ. നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ക്യാഷിൻ്റെ ഏതെങ്കിലും ഡീറ്റെയിൽസ് ഓപ്പണിങ്ങോ ക്ലോസിങ്ങോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യണം. ഇവിടെ അത് രണ്ടും തന്നതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അടുത്തതായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്, നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഏതാണ് ഇമ്പോർട്ടൻ്റ്, അതായത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐറ്റം ഏതാണ് അടുത്തത്? ക്യാപിറ്റൽ അല്ലേ. നിങ്ങളുടെ ക്യാപിറ്റലിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് അവസാനത്തെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വഴി കണ്ടുപിടിക്കാം. പക്ഷെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ നമുക്ക് എത്രയാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് മനസ്സിലാകാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1/1/2016 പ്രിപ്പയർ ചെയ്യണം. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തത് വഴി ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് ആദ്യം തന്നെ എന്തൊക്കെ ഐറ്റംസ് അസറ്റ് സൈഡിൽ വരും? ക്യാഷ് 12,000 വന്നു.
സ്റ്റോക്ക് വന്നു, ഡെറ്റേഴ്സ് 70,000 ഫേർണിച്ചർ 10,000 വന്നു. ഈ അടക്കമുള്ള ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിൽ 52,000 വന്നു. ഇത്രയും ഡീറ്റെയിൽസ് എഴുതിയതിന് ശേഷം ഇത് ആഡപ്പ് ചെയ്യുന്നു. 1,27,000 കിട്ടി. അതിൽ നിന്നും ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള 52,000 ഡിഡക്റ്റ് ചെയ്യുന്നപ്പോൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് 75,000 കിട്ടും. അതാണ് നമ്മുടെ ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് ക്യാപിറ്റലും കൂടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമലി ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനല്ലേ അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 35,000 ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തു. പെർച്ചേസസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന പെർച്ചേസസ് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് പർച്ചേസ് അല്ലേ, നമ്മൾ എസ്യൂം ചെയ്യാണ്. നോർമൽ സെയിൽ ക്യാഷ് പർച്ചേസ് ഇവിടെ ഇല്ല എന്ന് എസ്യൂം ചെയ്യുന്നത് വഴി ടോട്ടൽ പർച്ചേസ് 1,35,200 ആണെന്ന് എസ്യൂം ചെയ്യുന്നു. അതിൽ നിന്നും റിട്ടേൺ സൈഡ് സെയിൽസ് പർച്ചേസ് ഉണ്ടെങ്കിൽ പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യണം അല്ലേ. 2,000 എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് 1,33,200 ഔട്ടർ കോളത്തിൽ ഇടുന്നു. അതിനുശേഷം സെയിൽസിൻ്റെ ഫിഗറും നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ സെയിൽസിൻ്റെ ഫിഗർ 1,95,500 അത് ഇവിടെ എഴുതുന്നു. അതിൽ നിന്നും റിട്ടേൺ ആയിട്ടുള്ള 4,500 സെയിൽസ് റിട്ടേൺ 4,500 എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ചെയ്യണം. അതും മൈനസ് ചെയ്ത് 1,91,000 ഔട്ടറിലേക്ക് ഇടുന്നു, ഔട്ടർ കോളത്തിലേക്ക്. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് തന്ന ഡീറ്റെയിൽ എഴുതുന്നു 25,000. അതിനുശേഷം ഇത്രയും ഡീറ്റെയിൽസ് ഓപ്പണിംഗ് സ്റ്റോക്ക്, സെയിൽസ്, പർച്ചേസും ക്ലോസിംഗ് സ്റ്റോക്കും ഈ 4 ഐറ്റംസും എഴുതിയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ നോക്കുക. ഫോർ എക്സാമ്പിൾ വേജസോ ഒക്ട്രോയ് ഡ്യൂട്ടി ഫ്രൈറ്റ് ഇൻവേർട്സ് അത്തരത്തിലുള്ള ഏതെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേണം ഡെബിറ്റ് ചെയ്യാൻ. പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആകെയുള്ള എക്സ്പെൻസസ് ജനറൽ എക്സ്പെൻസസ് ആണ്. ജനറൽ എക്സ്പെൻസസ് എന്നുള്ളത് നോർമലി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരില്ല. ഈ പോർഷൻ വരെയാണല്ലോ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇത് ടോട്ടൽ ചെയ്താൽ 2,16,000 കിട്ടി. ഈ 2,16,000 നിന്നും ഈ 2 ഫിഗറും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഫിഗർ 1,68,200 എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 47,800 കിട്ടും. അതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്യാരി ഇറ്റ് ഡൗൺ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇത് മുതൽ അങ്ങോട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു 47,800. അതിനുശേഷം എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും എന്തൊക്കെ ഇൻഡയറക്റ്റ് ഇൻകവുമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നതെന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരിക. അതിനുശേഷം ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്. ബാഡ് ഡെറ്റ്സ് ഒരു എക്സ്പെൻസ് ആണ് അല്ലേ, നമുക്ക് ഒരു നഷ്ടമാണ്. നഷ്ടമായതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം 1,500. ഡിസ്കൗണ്ട് എലൗഡ്. ഡിസ്കൗണ്ട് എലൗഡ് എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ കസ്റ്റമർക്ക് കൊടുത്ത സംഭവമാണ്. അത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് തന്നെയാണ്. അതും ഡിസ്കൗണ്ട് 4,500. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ഒരു ഐറ്റമാണ്. കിട്ടിയ ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഇൻഡയറക്റ്റ് ഇൻകം. അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ക്രെഡിറ്റ് സൈഡിൽ 5,200 എന്നുള്ള ഫിഗർ എഴുതി. അതിനുശേഷം ജനറൽ എക്സ്പെൻസസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 9,500 ഡെബിറ്റ് ചെയ്തു. റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സും പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സും ഒന്നും ഇതിൽ വരില്ല. എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകവും ആണെങ്കിൽ മാത്രമേ വരുള്ളൂ. ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഡിപ്രീസിയേഷൻ ഓൺ ഫേർണിച്ചർ അത് എഗെയിൻ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫേർണിച്ചറിൻ്റെ ഫിഗർ 10,000 ആണെന്ന്. 10,000ൻ്റെ മുകളിൽ 5% വെച്ചിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 500 rupees കിട്ടും. അതിനുശേഷം ഇത് രണ്ടും ടോട്ടൽ ചെയ്തിട്ട് 53,000 അതിൽ നിന്നും ഇത് ടോട്ടൽ ചെയ്ത ഫിഗർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടും 37,000. അങ്ങനെ കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അതുവഴി ഇപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റാണ് അടുത്തത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓൺ 31st December 2016 ബാലൻസ് ഷീറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം നമുക്ക് അസറ്റ് സൈഡ് പ്രിപ്പയർ ചെയ്യാം. ഇവിടെയുള്ള എന്തൊക്കെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടോ അതൊക്കെ എഴുതുക. ക്യാഷ് എഴുതണം, സ്റ്റോക്ക് എഴുതണം. ഓപ്പണിംഗ് ഇതിൻ്റെയൊക്കെ ക്ലോസിംഗ് ആണ്. 31/12/2016 ക്യാഷിൻ്റെ 30,000, സ്റ്റോക്കിൻ്റെ 25,000, ഡെറ്റേഴ്സ് 95,000. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ബാഡ് ഡെറ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബാഡ് ഡെറ്റ് ഒരു എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ അത് എഴുതി തള്ളിക്കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് തന്നെ അടുത്ത ബാലൻസ് ഷീറ്റിൻ്റെ അത് വരില്ല.
അതേസമയം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മൈനസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഡെറ്റേഴ്സിൽ നിന്നും വി ഹാവ് ടു ഡിഡക്ട് ദാറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. പക്ഷേ ഇവിടെ ബാഡ് ഡെറ്റ്സ് തന്നതുകൊണ്ട് അത് ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്ട്ലി 95,000 അങ്ങനെ തന്നെ എഴുതണം. അടുത്തതായിട്ട് ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി സൈഡിൽ എഴുതുക 60,000. ഫേർണിച്ചർ 10,000 നിന്നും നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലേ, ആ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് വാല്യൂ 9,500 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതണം. അതിനുശേഷം ക്യാപിറ്റൽ എഴുതുക. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, ഓപ്പണിംഗ് ക്യാപിറ്റൽ 75,000, ഈ ബാലൻസിങ് ഫിഗർ ഈ 75,000 ഇന്നർ കോളത്തിൽ എഴുതുന്നു. ഇതിനാണ് ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നും ഡ്രോയിങ്സ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12,500. ഈ 12,500 എന്ത് ചെയ്യണം, മൈനസ് ചെയ്തിട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് വഴി 99,500 ആണ് നിങ്ങളുടെ ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുന്നത്. ഇത് രണ്ടും ടാലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാലീഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ മിസ്സിംഗ് ഫിഗേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഫിഗേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് ഡബിൾ എൻട്രി സിസ്റ്റം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്.